നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തെയും ദിനചര്യകളെയും ഒരുപോലെ താളം തെറ്റിക്കുന്ന ഒന്നാണ് ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ. വിട്ടുമാറാത്ത വയറുവേദന, ഗ്യാസ്, വയറെരിയൽ, ദഹനക്കേട് എന്നിവ അനുഭവപ്പെടുമ്പോൾ ഭൂരിഭാഗം ആളുകളും അത് സാധാരണ അസിഡിറ്റിയോ ഗ്യാസോ ആണെന്ന് കരുതി നിസ്സാരമായി തള്ളിക്കളയാറാണ് പതിവ്. എന്നാൽ ഇത്തരം അസ്വസ്ഥതകൾക്ക് പിന്നിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന അദൃശ്യ വില്ലനാകാം. വൻകുടലിന്റെ അസാധാരണമായ സങ്കോച വികാസങ്ങളും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങളും കാരണമുണ്ടാകുന്ന ഈ ദീർഘകാല രോഗാവസ്ഥ എന്താണെന്നോ ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നോ അറിയാതെ നിരവധി ആളുകളാണ് ദിനംപ്രതി ദുരിതം അനുഭവിക്കുന്നത്. അടിവയറ്റിലെ കഠിനമായ വേദന, ഭക്ഷണം കഴിച്ചയുടൻ വയർ വീർക്കലും ഗ്യാസ് നിറയലും, വയർ പൂർണ്ണമായി ശുദ്ധമായില്ലെന്ന തോന്നൽ എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ചിലർക്ക് കഠിനമായ വയറിളക്കവും മറ്റു ചിലർക്ക് കടുത്ത മലബന്ധവുമാണ് അനുഭവപ്പെടുന്നത്. ചിലരിൽ ഇവ രണ്ടും മാറി മാറി കാണപ്പെടാറുമുണ്ട്. എണ്ണമയവും എരിവുമുള്ള ആഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവ കുടലിന്റെ ഭിത്തികളെ ഉത്തേജിപ്പിച്ച് ഈ പ്രശ്നം ഇരട്ടിയാക്കുന്നു. കൂടാതെ തലച്ചോറും കുടലും തമ്മിലുള്ള ബന്ധം കാരണം മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ എന്നിവയും കൃത്യതയില്ലാത്ത ജീവിതശൈലിയും IBS ലക്ഷണങ്ങൾ വഷളാക്കാൻ പ്രധാന കാരണങ്ങളാകുന്നു. IBSന് ഒറ്റമൂല്യ ചികിത്സ ലഭ്യമല്ലെങ്കിലും ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും വരുത്തുന്ന ചില മാറ്റങ്ങളിലൂടെ ഇതിനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ സാധിക്കും. ഒരേ സമയം അധികം ഭക്ഷണം കഴിക്കാതെ കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഓട്സ്, പച്ചക്കറികൾ തുടങ്ങിയ നാരുകളുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക എന്നിവ ഏറെ പ്രയോജനകരമാണ്. കൂടാതെ ഉള്ളി, വെളുത്തുള്ളി, പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായി ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുകയും യോഗയോ വ്യായാമമോ വഴി സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ വിട്ടുമാറാത്ത വയറുവേദനയ്ക്കൊപ്പം പെട്ടെന്ന് ശരീരഭാരം കുറയുകയോ മലത്തിൽ രക്തത്തിന്റെ അംശം കാണുകയോ ചെയ്താൽ യാതൊരു കാരണവശാലും സ്വയം ചികിത്സ നടത്താതെ ഉടൻ തന്നെ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിന്റെ സേവനം തേടേണ്ടതാണ്.